തുടരും ഫിലിം കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് രണ്ട് പേരെങ്കിലും ഒന്ന് ഫോൺ നോക്കിയിരിക്കുന്നത് കാണാം. ചില പ്രത്യേക സീനിൽ, ഏറ്റവും ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് ആയിട്ടുള്ള ആ സീനിലൊക്കെ രണ്ട് മൂന്ന് പേരെങ്കിലും ഫോൺ നോക്കിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ചുറ്റും നോക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതായത് അത് അത്രയ്ക്ക് സമ്മർദ്ദം അവർക്ക് ആ സീനുകൾ താങ്ങാൻ പറ്റുന്നില്ല എന്നാണ്. എന്നാൽ ഈ പറയുന്ന ആളുകളൊക്കെ മാർക്കോ പോലുള്ള വയലൻസ് സിനിമകൾ വളരെ കൂളായി കണ്ടിട്ടുള്ളവരായിരിക്കും. അതെന്തുകൊണ്ടാണ് മാർക്കോ കണ്ടിട്ടുള്ളവർക്ക് പോലും തുടരും അത്രയും ശക്തിയായിട്ടിരുന്ന് കാണാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടരും നമ്മുടെ ജീവിതത്തോട് വളരെ സാമ്യമുള്ളതായിട്ട് തോന്നും. മാർക്കോ ആണെങ്കിൽ നമുക്ക് വേറെ എവിടെയും നടക്കുന്നതായിട്ട് തോന്നും. തുടരും കാണുമ്പോൾ മോഹൻലാൽ അനുഭവിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടാണ് നമുക്കിതൊന്നും കാണാൻ പറ്റാത്തത്. അത്രയും അങ്ങനെയുള്ളൊരു മൊമെന്റിൽ പോലും, അത്രയും ചിത്രത്തെ മാറ്റിമറിക്കുന്ന മൊമെന്റിൽ പോലും നമുക്ക് ചിത്രത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റാതിരിക്കുന്നതിന് കാരണം തന്നെ അത്രയേറെ നമ്മൾ സമ്മർദ്ദത്തിൽ, നമുക്ക് ടെൻഷൻ കയറിയിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് ശ്വാസം മുട്ടും, നെഞ്ചിൽ വിങ്ങൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് രണ്ട് മൂന്ന് പേരെങ്കിലും നിങ്ങൾക്ക് കാണാം ഫോണിൽ നോക്കിയിരിക്കുന്നത്. അല്ലാതെ ചിത്രം ബോറടിക്കുന്നതുകൊണ്ടല്ല. ചിത്രം ഒരു നിമിഷം പോലും ബോറടിക്കില്ല എന്ന് മാത്രമല്ല, ഇത് ഫിലിമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യേയില്ല. നമുക്കിതൊരു നിമിഷമെങ്കിലും ഫിലിമാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ തന്നെ ജീവിതമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിൽ സംഭവിക്കുന്നത്. അപ്പൊ മാർക്കോയുടെ വയലൻസും ഇതും പറയുമ്പം ഇനി തുടരും എന്ന സിനിമയ്ക്കാണോ വയലൻസ് മാർക്കോക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കോയിൽ ഭയങ്കര വയലൻസ് ആണ്. പക്ഷെ അത് എങ്ങോ നടക്കുന്നതാണ്, നമ്മുടെ ലൈഫിലെല്ലാം നമുക്കൊന്ന് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷെ തുടരും ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്നല്ല നമുക്ക് തോന്നുക, നടക്കാത്തതുപോലെയും അല്ല തോന്നുന്നത്. ഇതിൽ നമ്മൾ ഓരോരുത്തരും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ. മോഹൻലാലിന് അത്രയേറെ ടെൻഷൻ വരുന്ന ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും ടെൻഷൻ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്.